ഹലോ, എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പോൾ ഫ്രൈഡേ ആണ്, നമ്മുടെ വീക്കെൻഡൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ടേസ്റ്റി ലഞ്ചും ഡിന്നറും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഔട്ടിംഗ് വിശേഷങ്ങൾ, അതായത് നമ്മൾ പുറത്ത് പോകുന്ന കുറച്ച് വിശേഷങ്ങളും നമ്മുടെ പുറത്തെ ഡിന്നറും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിൻ്ററൊക്കെ ആയതുകൊണ്ട് ഫാമിലി ഡേ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും പുറത്ത് പോകുന്നത് ഫ്രൈഡേ സാറ്റർഡേ ഡേയ്സിലാണ്. അപ്പം സൺഡേസ് എന്ന് പറയുമ്പോൾ വേറെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആണ്. ഡെസേർട്ട് ഡ്രൈവ് കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ഈവനിങ് വരെയൊക്കെ ചില ദിവസങ്ങളിൽ ഡെസേർട്ട് ഡ്രൈവിന് പോകാറുണ്ട്. അപ്പോൾ എന്താണേലും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൂരിയും അതുപോലെ തന്നെ പൊട്ടറ്റോ കറിയും 1 കപ്പ് ചൂട് ചായയുമാണ്. അപ്പോൾ കുറേ ദിവസമായി കൂടിയിട്ടാണ് നമ്മൾ പൂരിയും പൊട്ടറ്റോ കറിയും കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഫുഡാണ് പൂരി എന്ന് പറയുന്നത്. പിന്നെ അതിൽ കുറച്ച് ഓയിലി ആയതുകൊണ്ട് തന്നെ എപ്പോഴും അത് കഴിക്കാതെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് എനിക്കും ഇക്കാക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് ഈ ഒരു പൂരി പൊട്ടറ്റോ, ഈ ഒരു ബാജി, ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. നമ്മുടെ പൊട്ടറ്റോ കറി എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് സ്പൈസി ഒന്നും അല്ല, വളരെ മൈൽഡായിട്ടുള്ള രീതിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകി അതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ട്രോബെറി കഴിച്ചു. പിന്നെ നമ്മുടെ ഞാൻ ലഞ്ചിൻ്റെ വീഡിയോ കുറച്ച് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ലഞ്ചിൻ്റെ കുക്കിംഗ് ഒട്ടും തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേയിൽ ഈ ഒരു ലഞ്ച് കുക്കിംഗ് വീഡിയോ ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഇതാണ് എൻ്റെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് എന്ന് പറയുന്നത്. ഫ്രൈഡേസിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ലഞ്ച് കഴിക്കാനായിട്ട് എത്താറുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഓഫീസ് എന്ന് പറയുന്നത് ഒരു 2 മണി 3 മണി വരെയൊക്കെയാണ് ഓഫീസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞിട്ട് ലഞ്ച് കഴിക്കാൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്രൈഡേസിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഇക്കാക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത് ചൂട് ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തു, പിന്നെ മോര് കാച്ചിയത്, പിന്നെ വൻപയർ തോരൻ, പിന്നെ ചമ്മന്തിപ്പൊടി, മുട്ട ഓംലെറ്റ്. എഗ് ഓംലെറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് എഗ് ഓംലെറ്റ് വലിയ നിർബന്ധം ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇക്കാടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് മോര് കാച്ചിയതും. മോര് കാച്ചീൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫിഷോ അല്ലെങ്കിൽ പ്രോണോ എന്തെങ്കിലും ഫ്രൈ ചെയ്തത്, പിന്നെ ഒരു എഗ് ഓംലെറ്റ്, പിന്നെ വൻപയർ തോരൻ. അപ്പം ഇക്ക കഴിക്കാൻ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിക്കാൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ ഞാൻ ഇക്കയുടെ ആ ഒരു ഫേവറേറ്റ് കോംബോ ആണ് റെഡിയാക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്ന, എനിക്കിഷ്ടപ്പെടുന്ന എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും നാടൻ ചോറും കറികളുമാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ലഞ്ചാണ്. അപ്പോൾ സാറായും ഇക്കായും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് എടുത്ത് കഴിക്കുവാണ്. അപ്പോൾ ലാസ്റ്റ് എനിക്ക് കുറച്ച് ചോറ് വിളമ്പി അതിലേക്ക് കുറച്ച് കൂടുതൽ മോര് കാച്ചിയത്. അപ്പം നമ്മൾ മോര് കുറച്ച് കാച്ചുമ്പോൾ കുറച്ച് കൂടുതൽ അങ്ങ് കാച്ചി വെക്കും. എന്താണെന്ന് വെച്ചാൽ അത് 2-3 ദിവസം നമുക്ക് സ്റ്റോർ ചെയ്യാമല്ലോ. ഫ്രിഡ്ജിലാണെങ്കിലും സ്റ്റോർ ചെയ്യാം. നെക്സ്റ്റ് ഡേയിൽ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടുകയും ചെയ്യാം. അപ്പം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചോറിന് മോര് കാച്ചിയത്. അപ്പോൾ ചൂട് ചോറെടുത്തു, അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ മോര് കാച്ചിയത്, പിന്നെ വൻപയർ തോരൻ ഞാൻ കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഒരുപാട് ചോറിൽ എടുത്തെടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി, അതുപോലെ തന്നെ പ്രോൺസ് ഫ്രൈ ചെയ്തത്. ഞാൻ പ്രോൺസ് ഫ്രൈ ചെയ്തപ്പോൾ പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒന്നും ചേർത്തില്ല. പ്രോൺസിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പെരുംജീരകപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ, അത് അത്രയും നന്നാക്കിയിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം കുറച്ച് കോക്കനട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തു.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുരമായിട്ട് ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ക്യാരറ്റ് ഹൽവയാണ്. ആദ്യം കാണിച്ചത് നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയ ഒരു പായസം ലൈക്ക് ഒരു സ്വീറ്റാണ്. എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയത്തില്ല. പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിലെങ്ങാണ്ടോ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഇതൊരു പാകിസ്ഥാനി സ്വീറ്റാണ് ആദ്യം കാണിച്ചത്. പിന്നെ ഇതെന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്യാരറ്റ് ഹൽവ. അപ്പോൾ അതിനുശേഷം വൈകുന്നേരം ആയപ്പോഴത്തേനും പ്രത്യേകിച്ച് ചായയോ സ്നാക്സോ ഒന്നും ഒരുപാട് കഴിച്ചില്ല. കുറച്ച് ബിസ്ക്കറ്റാണ് വൈകുന്നേരം ആയപ്പോൾ കഴിച്ചത്. അതിനുശേഷം നൈറ്റ് എന്ന് തന്നെ പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 8:30-9 മണിയായപ്പോഴത്തേനാണ് ഇന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഫ്രൈഡേ ആണ്, വീക്കെൻഡ് സ്റ്റാർട്ടായി. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഒരു 13-14 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് പുറത്ത് തണുപ്പെന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ചെവിയും അതുപോലെ തന്നെ തലയൊക്കെ കവർ ചെയ്തിരിക്കുന്ന ക്യാപ്പൊക്കെ വെച്ചിട്ട് കുട്ടികളെ റെഡിയാക്കി നമ്മളും എല്ലാം റെഡിയായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പം സമയം ഒരു 9 മണിയുടെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിശപ്പായി. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് കാര്യമായിട്ടുള്ള ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ആണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 9 മണിയായപ്പോൾ നമ്മുടെ ഡിന്നർ ടൈമായി. അപ്പോൾ ആദ്യം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാം, ഡിന്നർ പുറത്തുനിന്നാകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ വെജിറ്റേറിയൻ ഇന്ന് കാര്യമായിട്ട് കുറച്ച് ദൂരോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ നിന്ന് ഒരു ചെറിയ പർച്ചേസും പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ വസന്ത ഭവൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ വസന്ത ഭവനിൽ കയറി ആദ്യം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് വട സെറ്റാണ്. ഇവിടുത്തെ വട എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3 ഡിപ്പുണ്ട്. ചട്നി 3 ടൈപ്പ് ചട്നീസ് ഉണ്ട്. ഒരെണ്ണം എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നി, പിന്നെ ടൊമാറ്റോ ചട്നി, പിന്നെ ഉള്ളത് കറിവേപ്പിലയും നമ്മുടെ ഹെർബ്സ് ഇലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചട്നി, പിന്നെ അടിപൊളി സൂപ്പർ ക്വാളിറ്റി സാമ്പാർ. അപ്പോൾ നമ്മുടെ വട സെറ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല ദോശ കഴിക്കാനാണ് ഇന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ മൈസൂർ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഇക്കായും സാറായും നോർമൽ മസാല ദോശ. എനിക്ക് മൈസൂർ മസാല ദോശ എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ദോശയിൽ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള മസാല അവർ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു പൊട്ടറ്റോ മിക്സിലും കുറച്ച് സ്പൈസ് ചേർക്കുന്നുണ്ട്, മൈസൂർ മസാല ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല ചൂട് ചായ, നല്ല അടിപൊളി ചൂട് ചായ. അപ്പോൾ നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചൂടൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടി ഒന്ന് കുടിക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒഴിച്ച് മാറ്റുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂട് 2 ഇടിയപ്പം വാങ്ങിച്ചു. ഇടിയപ്പത്തിൻ്റെ കൂടെ പൊട്ടറ്റോ വെജിറ്റബിൾ കുറുമയാണ് വാങ്ങിച്ചത്. ഇത് ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ്. നമുക്ക് കൂടുതലും ഇഷ്ടം വെജിറ്റേറിയൻ ഫുഡ്. ഇതുപോലെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് നോൺ വെജ് അങ്ങനെയൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ്സിൽ പോകും. ഇത് വെജിറ്റേറിയൻ ഫുഡാണ് നമുക്ക് കഴിക്കണം ഉണ്ടെങ്കിൽ നമ്മൾ സിലിക്കൺ ഒയാസിസിലെ വസന്ത ഭവനിലാണ് വരുന്നത്. അപ്പോൾ ഈ വസന്ത ഭവൻ എന്ന് പറയുന്നത് നമ്മുടെ കിസൈസിലും കരാമയിലും ഒക്കെ ഉണ്ട്, പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ചൂട് ഇടിയപ്പത്തിൻ്റെ മുകളിലേക്ക് വെജിറ്റബിൾ കുറുമയൊക്കെ ഒഴിച്ച് വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ അവർ വെജിറ്റബിൾ കുറുമയും അതുപോലെ തന്നെ ആ വൈറ്റ് കോക്കനട്ട് ചട്നിയും കൂടി അതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഡിന്നർ ഫുഡടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം
നല്ല ഭംഗിയാണ്. കാരണം അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലെന്ന് പറയുന്നത് എന്താ സിലിക്കൺ സെൻട്രൽ മാളെന്ന് പറഞ്ഞിട്ട് ഒരു മാളാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഷക്ലാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. വീക്ക്ലി പർച്ചേസ്, വലിയ കാര്യമായിട്ടുള്ള പർച്ചേസ് ഒന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ പർച്ചേസ് വീഡിയോയും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ മക്കൾ കുറച്ച് കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫ്രൈഡേ സ്പെഷ്യൽ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.